ദൈവത്തിൻ്റെ സ്തുതി. ക്രിസ്തുയേശുവിൽ പ്രിയ ശാലോം പ്രേക്ഷകരെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മീഖാ പ്രവചനത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 6-7 വാക്യങ്ങളിലെ പ്രകാരം പറയുന്നു: കർത്തൃസന്നിധിയിൽ ഞാൻ എന്ത് കാഴ്ചയാണ് സമർപ്പിക്കേണ്ടത്? യോമയാഗത്തിനുള്ള 1 വയസ്സുള്ള കാളക്കുട്ടിയെ ആണോ കൊണ്ടുവരേണ്ടത്? 1000 മുട്ടാടുകളിലും 10,000 തൈലനദികളിലുമാണോ ദൈവം പ്രസാദിക്കുന്നത്? എൻ്റെ അക്രമപ്രവൃത്തികൾക്ക് പകരമായി എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും ഞാൻ കാഴ്ചയായി അർപ്പിക്കണമോ? തുടർന്ന് പ്രവാചകൻ പറയുന്നു: അല്ലയോ മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് വിശദമായി അറിയിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവമുമ്പാകെ വിനീതനായി ജീവിതം നയിക്കുക. ഇവയല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. ഇത് കാലികമായ ഒരു അവസ്ഥ മാത്രമല്ല. പ്രപഞ്ചോൽപ്പത്തി മുതൽ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കായേനും ഹാബേലും ബലിയർപ്പിക്കുവാനായിട്ട് പോയ സംഭവം നമുക്ക് സുപരിചിതമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് ആദ്യഫലത്തെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് ഈ ആദാം മക്കൾ തയ്യാറാകുകയാണ്. കായേൻ തൻ്റെ അധ്വാന ഫലങ്ങളിൽ മോശമായത് ദൈവത്തിന് സമർപ്പിക്കുന്നു. ഹാബേൽ തൻ്റെ അധ്വാന ഫലങ്ങളിൽ ശ്രേഷ്ഠമായത് ദൈവത്തിന് കൊടുക്കുന്നു. തന്മൂലം കായേൻ്റെ ബലി നിരസിക്കുകയും ഹാബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മോശമായത് സമർപ്പിച്ച കായേനെ ദൈവം തള്ളിക്കളയുന്നതല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. ശ്രേഷ്ഠമായത് സമർപ്പിച്ച ഹാബേലിനെ ദൈവം പ്രസാദിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ കാണുന്നത്. അതിലുപരിയായി സഹോദരങ്ങൾ ബലിയർപ്പിക്കുവാനായിട്ട് വന്നപ്പോൾ സഹോദരനോടുള്ളതായ വെറുപ്പ് മൂലം കായേൻ്റെ മുഖം വാടിയിരുന്നതായിട്ട് ദൈവം കാണുകയാണ്. സഹോദരനോടുള്ളതായ വെറുപ്പ് അവൻ്റെ മുഖത്ത് തന്നെ പ്രകടമായപ്പോൾ ദൈവം പ്രസാദിക്കാതിരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: ബലിയർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ സഹോദരന് നിന്നോട് വല്ല വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് അവനുമായി രമ്യപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കുക എന്ന്. പ്രിയമുള്ളവരെയും, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ആദ്യപടി അനുരഞ്ജനമാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രവാചകൻ പറയുന്നുണ്ട്: കരുണ കാണിക്കുക. ഗിരിപ്രഭാഷണത്തിലെ കർത്താവ് പറയുന്നു,
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. ഇന്ന് കരുണ വറ്റിപ്പോയ കാലഘട്ടത്തിലാണ് നാം കഴിയുന്നത്. ഷിക്കാഗോയിൽ ഒരു ഫാക്ടറി ജോലിക്കാരനായ യുവാവ് കടക്കണി മൂലം ആ ഫാക്ടറി പൂട്ടപ്പെട്ടപ്പോൾ ജോലി നഷ്ടപ്പെട്ട് വളരെ വേദനയോടെ ഭവനത്തിലേക്ക് തിരികെ പോവുകയാണ്. പോകുന്ന വഴിക്ക് അദ്ദേഹം കണ്ട ഒരു കാഴ്ച, തിരക്കേറിയ വീതിയിൽ ഒരു സ്ത്രീ വാഹനം വഴിയരികിൽ ഒതുക്കി നിന്ന് മറ്റു വാഹനങ്ങൾക്കെല്ലാം കൈ കാണിക്കുന്നതായിട്ട് കാണുക. ആരും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഈ യുവാവ് നിരാശനായി ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ സ്ത്രീയുടെ ഈ ശ്രമം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം ഈ സ്ത്രീയെ സമീപിച്ച് വിവരമന്വേഷിച്ചപ്പോഴാണ് അവരുടെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറായതുകൊണ്ട് ഒരു സഹായത്തിന് വേണ്ടി മറ്റുള്ളവരെ അന്വേഷിക്കുകയായിരുന്നത്. എന്തായാലും ഈ സഹോദരൻ അവരുടെ വാഹനത്തിൻ്റെ ടയർ മാറ്റിക്കൊടുക്കുവാനായിട്ട് സഹായിച്ചു. തിരികെ മടങ്ങിപ്പോകുമ്പോൾ ഈ സ്ത്രീ അദ്ദേഹത്തിന് ഒരു പാരിതോഷികം വാഗ്ദാനം ചെയ്തു. ഇത്ര ചെറിയ ജോലിക്ക് പാരിതോഷികം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരസിച്ചു. അവർ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സഹായം അർഹിക്കുന്ന മറ്റാർക്കെങ്കിലും നിങ്ങളിത് കൊടുത്താൽ മതി. എന്തായാലും ആ സ്ത്രീ മടങ്ങിപ്പോയി. അവരൊരു അടുത്ത ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് കയറിയപ്പോൾ അവിടെ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ഭക്ഷണം വിളമ്പുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. ഈ സ്ത്രീയിൽ അനുകമ്പ തോന്നിയ ആ സഹോദരി അവര് ബില്ല് കൊടുക്കുവാനായിട്ട് കൗണ്ടറിലേക്ക് പോയപ്പോൾ തിരിച്ചു വന്ന് അന്വേഷിച്ചപ്പോൾ ഇവരെ കാണുന്നില്ല. തന്നെയല്ല, അവിടെ വലിയൊരു തുകയുടെ ചെക്കും ആ മേശപ്പുറത്ത് വെച്ചിട്ട് പോവുക, ഇത് ഞാൻ നിങ്ങൾക്ക് സഹായമായിട്ട് നൽകുന്നതാണ് എന്ന് കുറിപ്പും എഴുതി വച്ചിരിക്കുന്നു. അവർക്ക് വലിയ സന്തോഷമായി. അവർ ആഹ്ലാദത്തോടെ മടങ്ങി വന്ന് വീട്ടിൽ ചെന്ന് ഭർത്താവുമായിട്ട് ഈ വിവരം ഷെയർ ചെയ്തപ്പോൾ അവളുടെ ഭർത്താവ് പറയുകയായിരുന്നു, ഇന്ന് പകല് ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു സഹോദരി വാഹനത്തിൻ്റെ ടയർ പഞ്ചറായി ടയർ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായം അന്വേഷിച്ചപ്പോൾ ഞാൻ അവരെ സഹായിച്ചു. അവരെനിക്ക് തന്ന പാരിതോഷികം ഞാൻ നിരസിച്ചപ്പോൾ അത് മറ്റ് ആർക്കെങ്കിലും കൊടുക്കുവാനായിട്ട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ തന്നെയാണ് ഈ സഹോദരിക്ക് ഈ പാരിതോഷികം നൽകിയത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. പലപ്പോഴും നമ്മൾ കരുണയെ ആഗ്രഹിച്ചുകൊണ്ട് ഓടി നടക്കുന്നവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് കരുണ ലഭിക്കാത്തത് എന്ന് നമ്മളാരും വിലയിരുത്താറില്ല. ഒരു കാര്യം വാസ്തവമാണ്, മറ്റുള്ളവർക്ക് കരുണ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? മറ്റുള്ളവർക്ക് കരുണ നൽകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് കരുണ ലഭ്യമാകുവാനായിട്ട് നമുക്ക് ഇടയാകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥ ആത്മീയത എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഒരു യുവാവ്, അദ്ദേഹം ഒരു പരീക്ഷ പ്രമാണിയായിരുന്നു. അദ്ദേഹം കർത്താവിൻ്റെ അടുക്കൽ വന്നൊരു കുടുക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലാണ്. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും
പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദൈവ മനുഷ്യ ബന്ധം, മനുഷ്യ ബന്ധം, ഇതിൽ അധിഷ്ഠിതമാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രകൃതിയോടുള്ളതായ ബന്ധവും നമുക്കറിയാം. ഏദൻ പ്രദേശത്തിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന നിഷേധിച്ച് പൈശാചിക പ്രലോഭനത്തിൽ അകപ്പെട്ടപ്പോൾ തുടർന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു. സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ സംഭവിക്കുന്നു. ഇതെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ദൈവാരാധനയിൽ അധിഷ്ഠിതമായിരിക്കും. സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തി പ്രാപിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് സഹോദരൻ സഹോദരനെ പകയ്ക്കുന്ന ഒരവസ്ഥയല്ലേ? സഹോദരനെ കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? വളരെ ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ട വിഷയങ്ങളാണ്. ഇന്നെവിടെ നോക്കിയാലും മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥയിലാണ് നാം കഴിയുക. ആഫ്രിക്കയിലെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ പശുക്കളെ വളർത്തി പാൽ വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു കൂട്ടരുണ്ട്. ഒരിക്കൽ സമൃദ്ധിയായ പാൽ ലഭിച്ച് സന്തോഷകരമായി ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നതായ ഒരു സമൂഹത്തിൽ രാവിലെ പശുവിനെ കറക്കുവാനായിട്ട് ചെല്ലുമ്പോൾ പാൽ കിട്ടാത്തതായ അവസ്ഥ. ഇത് ദിവസേന ആവർത്തിക്കുകയാണ്. ഇത് കണ്ട് ഭാരപ്പെട്ട ഒരു യുവാവ് എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ രാത്രിയിൽ കാവലിരിക്കുക. പശുത്തൊഴുത്തിൽ കാവലിരുന്ന മനുഷ്യന് മനസ്സിലായി, വെളുപ്പാങ്കാലമായപ്പോൾ ഒരു സുന്ദരിയായ യുവതി വന്ന് പശുക്കളെ കറന്ന് പാൽ കൊണ്ടുപോവുകയാണ്. ഈ ഭീഷണി മനസ്സിലാക്കിയ മനുഷ്യൻ ഇതിന് പരിഹാരം അന്വേഷിച്ചു. ഒരു ദിവസം അദ്ദേഹം ഒരു വല തൊഴുത്തിൽ വിരിച്ചിട്ടു. അദ്ദേഹം കാവലിരുന്നു. ഈ സ്ത്രീ പശുവിനെ കറക്കുവാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം തന്ത്രപരമായി ആ സ്ത്രീയെ വലയിൽ കുടുക്കി. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞാനൊരു ദേവതയാണ്, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഞാൻ ഈ പാൽ കറന്ന് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. ഏതായാലും പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹം അവളെ വിവാഹം കഴിക്കുവാനായിട്ട്, സുന്ദരിയായ ആ ദേവതയെ വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവരെ വിവാഹം നിശ്ചയിച്ചു. ഈ ദേവത ഞാൻ ആകാശത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. പറഞ്ഞതുപോലെ തന്നെ അവർ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അവരുടെ വിവാഹം മംഗളമായി നടന്നു. ആകാശദേവതയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം സൗഭാഗ്യം മറ്റെന്താ ഉള്ളത്? അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുക. അപ്പോൾ ഈ ദേവത ആകാശത്ത് നിന്ന് വന്നപ്പോൾ ഒരു വലിയ ഭരണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇതൊരിക്കലും തുറക്കരുതെന്ന്. ഒരു ദിവസം
തൻ്റെ ഭാര്യ പശുക്കളെ നോക്കുവാനായിട്ട് പുറത്തു പോയ സമയത്ത് ആകാംക്ഷയോടെ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യ തുറക്കരുതെന്ന് പറഞ്ഞിരുന്ന ആ ഭരണി തുറന്നു നോക്കിയപ്പോൾ അത് വെറും കാലി ഭരണിയായിരുന്നു. അയാൾ ഈ പാഴ്പണി എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ തിരികെ വന്നത്. അവര് ഈ വിഷയം സംസാരിക്കുവാനായിട്ടിടയായി. എന്ത് വിഡ്ഢിത്തമാണ് നീ കാണിക്കുന്നത്, ആ ഭരണി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു, അത് വെറും കാലിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ദേവത ഒരു കാര്യം വെളിപ്പെടുത്തി. എൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ഈ ഭരണിയാണ്. എനിക്ക് ആവശ്യമുള്ള ഊഷ്മാവ്, ഞാൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, എനിക്ക് ആവശ്യത്തിനുള്ള ഊഷ്മാവ് നിലനിർത്തുവാൻ ഈ ഭരണി തുറന്ന് അതിൽ നിന്ന് ഞാൻ സ്വീകരിച്ചാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾ ആ ഭരണി തുറന്നപ്പോൾ ആ ഊഷ്മാവ് നഷ്ടപ്പെട്ടു, ഇനി എനിക്കിവിടെ നിലനിൽക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരികെ പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യൻ ദൈവബന്ധത്തിൽ നിലനിൽക്കേണ്ടവനാണ്. ദൈവബന്ധത്തിൽ നിലനിൽക്കേണ്ടതായ നമുക്ക് സഹോദരങ്ങളുമായിട്ടുള്ളതായ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ളതായ ആ ബന്ധത്തിൽ ദൈവബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ദൈവബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയിൽ നമുക്കിവിടെ നിലനിൽപ്പില്ല എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം, ഒരു മത്സ്യം വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ സമയം അത് തുള്ളിച്ചാടും. അത് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നതെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ആ മത്സ്യ മരണവെപ്രാളം കാണിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൻ്റെ നിലനിൽപ്പ് ആ വെള്ളത്തിലാണ്, അതിൻ്റെ ഊഷ്മാവ് നിലനിർത്തുന്നത് ആ ജലത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടാൽ അതിനെ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. മറിച്ച് കരയ്ക്ക് കിടന്നാലോ അതിൻ്റെ അന്ത്യം സംഭവിക്കും. ദൈവം തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതായ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധം എപ്പോൾ വിച്ഛേദിക്കപ്പെടുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അപകടകരമായൊരവസ്ഥയിലേക്കാണ് നാം നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന നിഷേധിച്ചപ്പോൾ, പൈശാചികൻ്റെ പ്രലോഭനത്തിന് വിധേയനായപ്പോൾ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. ദൈവം കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് അവനെ അന്വേഷിച്ചപ്പോൾ കാണുന്നില്ല. അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് വൃക്ഷത്തിൻ്റെ മറയിൽ ഒളിക്കുക. നീ എവിടെ എന്ന് ദൈവം ചോദിച്ചപ്പോൾ അവൻ പറയുന്ന മറുപടി ഭയം മൂലം നാണിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഈ അകൽച്ചയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ മനുഷ്യൻ ഭയത്തിൻ്റെയും ആന്തരിക സംഘർഷത്തിൻ്റെയും അവസ്ഥയിലേക്ക് കൂപ്പുത്തുകയാണ്. ഇന്ന് എവിടെയുണ്ട് സ്വസ്ഥത? ഏത് മേഖലകളിൽ നോക്കിയാലും സമാധാനം സമൂഹത്തിൽ നടപ്പാക്കേണ്ടതായ സഭകളിൽ പോലും സ്വസ്ഥതയില്ല. സമൂഹത്തിന് നീതി നടപ്പാക്കേണ്ട രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലും ഒരു സന്തോഷമില്ലാത്തതായ കാലഘട്ടത്തിലാണ് നാം കഴിയുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെല്ലാം സംഘർഷങ്ങളുടെ കരാളഹസ്തത്തിൽ അമരുക. പ്രിയമുള്ളവരെയും, കാരണം എന്താ?
ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമൂഹമാണെന്ന്. ദൈവചിന്ത അന്യം നിന്നു പോകുകയാണ്. ഇതിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അടുത്തു വരിക എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനും സമസൃഷ്ടങ്ങളോട് അനുരഞ്ജനം കാണിക്കുവാനും പ്രകൃതിയോട് പോലും നീതി പുലർത്തുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവം വിഭാവനം ചെയ്യുന്ന ഈ ആത്മീയ അനുഭവം സമൂഹത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുക. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമോസ് പ്രവചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ പെരുന്നാളുകളെ ഞാൻ വെറുത്തു, നിങ്ങളുടെ സഭായോഗങ്ങൾ എനിക്ക് പ്രസാദമില്ല, നിന്റെ ഗാനശബ്ദം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിന്റെ വീണാനാദം ഞാൻ കേൾക്കുകയില്ല. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കഴിഞ്ഞൊഴുകട്ടെ. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ. കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇതാ. നീതിയും ന്യായവും കരുണയും ഈ സമൂഹത്തിൽ നിറഞ്ഞൊഴുകുവാൻ തക്കോണം സാധിക്കണം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പിതൃത്വ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നീതിയും ന്യായവും കരുണയും നിറയുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ തക്കോണം ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഒരുക്കണമേ എന്നതിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. മാതാവേ, ശുദ്ധിവാന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.